ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഹിന്ദു ക്ഷേത്രം എന്ന ഖ്യാതിയോടെയാണ് അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുന്നത്. കോടികൾ ചിലവഴിച്ച് അത്യാധുനിക രീതിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം. 70 ഏക്കറിൽ 1000 വർഷം കഴിഞ്ഞാലും ഒരു കോട്ടവും തട്ടാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന അവകാശവാദത്തോടെയാണ് ക്ഷേത്രം ഉയരുന്നത്. ഒരിക്കൽ സന്ദർശിക്കുന്നയാൾ ഒരിക്കലും മറക്കാത്ത ദൃശ്യാനുഭവത്തോടെയാണ് അയോധ്യയിലെ രാമക്ഷേത്രം ഒരുക്കിയിരിക്കുന്നത്. ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാകുമ്പോൾ തന്നെ കണ്ണം ചിപ്പിക്കുന്ന ദൃശ്യവിസ്മയമാണ് ഭക്തർക്ക് അനുഭവപ്പെടുക. സർക്കാരിൽ നിന്നും പണം എടുക്കാതെ വിശ്വാസികളിൽ നിന്നുമാണ് ക്ഷേത്ര നിർമ്മാണത്തിനായി പണം സ്വരൂപിച്ചിരിക്കുന്നത്. 2500 കോടിയിലേറെ രൂപയാണ് ട്രസ്റ്റിന് ലഭിച്ചത്. ഇതിൽ 1800 കോടി രൂപയാണ് രാമക്ഷേത്ര നിർമ്മാണത്തിനായി ഇപ്പോൾ ചിലവായിരിക്കുന്നത്. 235 അടി വീതിയും 360 അടി നീളവും 161 അടി ഉയരവും 54,700 ചതുരശ്ര അടി വിസ്തീർണവുമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. പ്രധാന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് 2.7 ഏക്കറിലാണ്. പ്രദക്ഷിണ വഴി കൂടി ചേർത്ത് 9 ഏക്കറോളം വരും. മ്യൂസിയവും മറ്റു നിർമ്മിതികളെല്ലാം ചേരുമ്പോൾ ക്ഷേത്രം 70 ഏക്കറിൽ വരും. ഉത്തരേന്ത്യയിലെ ക്ഷേത്ര നിർമ്മാണ രീതിയായ നാഗരശൈലിയും ദക്ഷിണേന്ത്യയുടെ ദ്രാവിഡ ശൈലിയും ചേർത്താണ് അയോധ്യയിലെ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. രാജസ്ഥാനിലെ ഭരത്പൂരിൽ നിന്നുള്ള പിങ്ക് നിറത്തിലെ കല്ലുകളും തെലങ്കാന, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗ്രാനൈറ്റും കേരളത്തിൽ നിന്നുള്ള തേക്കുമടക്കും ഉപയോഗിച്ചാണ് ക്ഷേത്ര നിർമ്മാണം. ഏകദേശം 4.7 ലക്ഷം അടി സാൻഡ് സ്റ്റോൺ ഇതിനായി ഉപയോഗിക്കുന്നു. ക്ഷേത്രഗോപുരത്തിന് 161 അടി ഉയരമാണുള്ളത്. താഴത്തെ നില, 1-ാം നില, 2-ാം നില എന്നിങ്ങനെ 3 നിലകളിലായാണ് ക്ഷേത്രം ഉയരുക. ഓരോ നിലയ്ക്കും 20 അടി ഉയരമുണ്ടാകും. താഴത്തെ നിലയിൽ 166 തൂണുകളും 1-ാം നിലയിൽ 144 തൂണുകളും 2-ാം നിലയിൽ 82 തൂണുകളുമാണ് ഉണ്ടാവുക. ശ്രീകോവിലിന്റെ വാതിലുകൾ തീർത്തിരിക്കുന്നത് തേക്കിലാണ്. പിന്നീട് ഇതിൽ സ്വർണം പൂശി മനോഹരമാക്കി. 44 വാതിലുകളാണ് ആകെയുള്ളത്. ഇതിൽ താഴത്തെ നിലയിൽ 18 വാതിലുകൾ. ഇതിനുവേണ്ട തേക്ക് കേരളത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമാണ് എത്തിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിലാണ് രാംലല്ല. ശ്രീകോവിലിനുള്ളിൽ രാജസ്ഥാനിൽ നിന്നുള്ള വെളുത്ത മക്രാന മാർബിളാണ് പാകിയിരിക്കുന്നത്. പ്രധാന ക്ഷേത്രത്തോടൊപ്പം 7 ഉപക്ഷേത്രങ്ങളുമുണ്ട്. വാത്മീകി, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, അഗസ്ത്യൻ, ശബരി, അഹല്യ എന്നിങ്ങനെയാണ് മറ്റു പ്രതിഷ്ഠകൾ. പുറമേ കാണുന്നത് മാത്രമല്ല, ഭൂമിക്കടിയിലുമുണ്ട് അമ്പരിപ്പിക്കുന്ന നിർമ്മാണ വൈഭവം. 14 അടി താഴ്ചയിൽ മണ്ണ് നീക്കി 56 അടുക്കുകളിലായി കോൺക്രീറ്റ് നിറച്ചാണ് അടിത്തറ നിർമ്മിച്ചിരിക്കുന്നത്. മണ്ണിനടിയിൽ കോൺക്രീറ്റ് ഉണ്ടെങ്കിലും ക്ഷേത്ര നിർമ്മാണത്തിന് ഇരുമ്പുകളോ കോൺക്രീറ്റോ ഉപയോഗിച്ചിട്ടില്ല. ദ്രാവിഡ ശൈലിയിൽ ക്ഷേത്രത്തെ വലയം ചെയ്ത് 14 അടി വീതിയിലാണ് ചുറ്റുമതിൽ നിർമ്മിച്ചിട്ടുള്ളത്. ശ്രീകോവിലിലെ രാമവിഗ്രഹത്തിന്റെ നെറ്റിയിൽ എല്ലാ വർഷവും രാമനവമി ദിവസം സൂര്യപ്രകാശം പതിക്കുന്ന വിധത്തിലാണ് നിർമ്മാണം. അയോധ്യയിലെ രാമക്ഷേത്രം പൂർണ്ണമായും രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ പ്രതിദിനം 2 ലക്ഷം ഭക്തരെ ഉൾക്കൊള്ളാവുന്ന കരുത്തും സൗകര്യവുമുണ്ട്. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.